40 പവൻ സ്വർണം മകൾക്കുണ്ടായിരുന്നു. ഇത് ഈ പറയുന്ന സുഹൃത്ത് തട്ടിയെടുത്തു. ഇതാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഇവർ തലശ്ശേരി ASPക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. റസീനയുടെ ഉമ്മയായിട്ടുള്ള ഫാത്തിമ. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് 20 പവനും 1.5 ലക്ഷവുമായി. പിന്നെ ചാനലിൽ പറയുമ്പോൾ 40 പവനും സ്റ്റേഷനിലെത്തിയപ്പോൾ 20 പവനുമായിട്ട് മാറി. അതെങ്ങനെ 20 പവൻ പെട്ടെന്ന് മാഞ്ഞു പോയോ? എന്തായാലും നിരപരാധിയാണ് അയാളെന്ന് കൃത്യമായി ഈ റസീന എഴുതി വെച്ച് പോയതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. കാര്യം മരണപ്പെട്ട ആളുടെ കുറിപ്പിൽ കൃത്യമായി അയാൾ നിരപരാധിയാണെന്നും അയാൾ ഇരയാണെന്നും അയാളെ ആക്രമിച്ചെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പിണറായി പോലീസ് അയാളെ വിളിച്ചു വരുത്തിയത്. അയാൾ ഭയം മൂലം മാറി നിൽക്കുകയായിരുന്നു. അയാൾക്ക് ഇവരുടെ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് പറഞ്ഞു താങ്കൾ വന്നേ മതിയാവുകയുള്ളൂ. പോലീസ് കൃത്യമായി പറഞ്ഞു. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. കാരണം ഇക്കാര്യം ഇനി അനുവദിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പോലീസിൻ്റെ നിലപാടാണ് കാര്യത്തിൽ. പ്രത്യേകിച്ചും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ പലതവണയുള്ള റിപ്പോർട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച്. ഒരു മേഖലയിൽ ചില പോക്കറ്റുകളിൽ ഇവർ അവരുടേതായിട്ടുള്ള നീതി നടപ്പാക്കുന്നു. അവരവരുടേതായിട്ടുള്ള കോടതിയും നിയമവും ഒക്കെ വെച്ച് അവർ വിചാരണ നടത്തി അവർ നീതി നടപ്പാക്കുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ ഉള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ ആകുമ്പോഴാണ് നമുക്ക് ഈ അത്ഭുതം. കണ്ണൂരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്.